ഈ പോലീസിന്റെ ഭാഗത്തുള്ള ഒരു സമീപനം എങ്ങനെ? ഇത്ര നാളുകളായല്ലോ ആദ്യ പരാതി കൊടുത്ത് ഇപ്പൊ ഈ വലിയ രീതിയിൽ ചർച്ചയാവുന്നു. ഇതുവരെ എന്തെങ്കിലും ഒരു എൻക്വയറി വന്നിട്ടുണ്ടോ? ഞങ്ങളുടെ ലോക്കൽ സ്റ്റേഷനിൽ ഇപ്പൊ ആദ്യത്തെ കംപ്ലൈന്റ് കൂടുതൽ അവർ നല്ലൊരു നടപടി എടുത്തിട്ടില്ല. കാരണം അവർക്ക് ഇത് ദുബായിൽ നടന്നതാണ്, അവിടെയാണ് കേസ് കൊടുക്കേണ്ടത്, ഇവിടെ യാതൊരു തെളിവുകളും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അവര് നമ്മൾ കൊടുത്ത മൊഴി പോലും രേഖപ്പെടുത്താതെ, കാരണം ഞാൻ ആദ്യം ശാരീരികമായി ഉപദ്രവിച്ചു എന്നുള്ളത് എനിക്കതെങ്ങനെ എഴുതാൻ അറിയാത്ത, പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ശാരീരികമായി ഉപദ്രവിച്ചു എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സർക്കിളിന് ഞാൻ മൊഴി കൊടുത്തിരുന്നു, കാരണം എന്നെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് മൊഴി കൊടുത്തിരുന്നു. പക്ഷെ അവർ ആ മൊഴിയിൽ അത് രേഖപ്പെടുത്തിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുവരെ അവർ വന്ന് വിളിക്കുകയോ അന്വേഷിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ലോക്കൽ സ്റ്റേഷനിൽ നമുക്ക് യാതൊരു സപ്പോർട്ടും ഇല്ല. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പരാതികളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ടല്ലോ, എങ്ങനെയാ കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ആയിട്ട് നീങ്ങാവുന്ന ഒരു സമയമായെന്ന് തോന്നിയപ്പോഴാണോ ഇത്? അതെ, ഞാനിപ്പോ രണ്ടാമത് ഹേമ കമ്മിറ്റി വന്നു, ഒരു സ്പെഷ്യൽ ടീം രൂപീകരിച്ചു എന്ന് അറിഞ്ഞപ്പോഴാണ് വീണ്ടും അവർക്ക് തന്നെ നേരിട്ട് പോയി കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കുകയും അവരുടെ ഭാഗത്തുനിന്നും നമുക്ക് നല്ല രീതിക്കാണ് നമുക്ക് സപ്പോർട്ടീവായിട്ടാണ് അവർ നമ്മളോട് സംസാരിച്ചതും അവർ നമുക്ക് ധൈര്യം നൽകിയതും അവരുടെ അടുത്ത് നമ്മളോട് ഇടപെട്ടത് നല്ല രീതിക്കാണ്. വേറെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആരെങ്കിലും ബന്ധപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഇതുവരെ ആരും നമ്മളും ബന്ധപ്പെട്ടിട്ടില്ല. എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇതില് നടപടി ഉണ്ടാകും തന്നെയാണോ? നമുക്ക് നല്ലൊരു നടപടി നമുക്കൊരു നീതി കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതിന്റെ അറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറാണ്. എന്റെ പുറകിൽ വേറൊരു ഗ്രൂപ്പോ ഒന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത്. കാരണം എനിക്ക് സപ്പോർട്ട് എന്റെ ഹസ്ബൻഡും മോനും മാത്രമേ ഉള്ളൂ, അല്ലാതെ എന്റെ പുറകിൽ വേറെ ആരുമില്ല. ഇതിന്റെ നിയമം ക്ലിയർ ആവുന്നിടം വരെ എന്ത് ശാസ്ത്രീയപരമായ തെളിവുകൾക്കും ഞാൻ മുമ്പോട്ട് തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പറഞ്ഞിരിക്കുന്നത് ഇതിലെ ഏതറ്റം വരെ നിങ്ങൾ പോരാട്ടം നടത്താനും തയ്യാറാണ്, വാദങ്ങൾ പച്ചക്കള്ളമാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതേ ആർജവത്തോടുകൂടി തന്നെ തിരിച്ചു പറയുകയാണ്. ഞാനും ഇപ്പം ഈ പോലീസ് പറയുന്ന എന്ത് നടപടിക്കും ഞാൻ തയ്യാറാണ്, മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്.